ആരടാ പറഞ്ഞത് ക്രിസ്ത്യാനോ ഉസ്ബെക്കിസ്ഥാനെതിരെ സൂയിടൂല? ആരടാ പറഞ്ഞ പുള്ളി 2 ഗോൾ അടിക്കൂല? പുള്ളിക്ക് പ്രായമായി, പുള്ളി ഔട്ട് ഓഫ് ഫോമാണ്, ഷോട്ട് അടിച്ചിട്ട് ശരിയാവുന്നില്ല, ടീമായിട്ട് സിങ്കില്ല, എന്തൊക്കെയായിരുന്നടാ വിളിച്ച് പറഞ്ഞത്? ക്രിസ്ത്യാനോ ഈസ് ബാക്ക്. അത് തന്നെയാണ് പുള്ളി അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിലും പറഞ്ഞത്, ഐ ആം ബാക്ക് എന്നുള്ള കാര്യം. സോ എന്താ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാം? കമ്പാരിറ്റീവ്ലി ഈസി ഒപ്പോണൻസ് ആണ് അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഈസി ഒപ്പോണൻസ് ആയി കഴിഞ്ഞാലും വേൾഡ് കപ്പിനെ അത്ര ഈസി ആയിട്ട് കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. ഡോക്ടർ കൊങ്കോ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കൊങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടീമിനെതിരെ നമ്മൾ ഓൾറെഡി കണ്ടു. നമ്മുടെ പോർച്ചുഗൽ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ വേറെ എന്താ പറയുക, ടീമുമായിട്ടൊരു സിങ്കില്ല പോർച്ചുഗലിന് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസം പോർച്ചുഗലിന് വന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടാകും. ഉസ്ബെക്കിസ്ഥാനെതിരെ 5-0 എന്നുള്ളൊരു സ്കോറിന് ഒരു അതിഭീകര ജയം തന്നെ പോർച്ചുഗൽ നടത്തിയിട്ടുണ്ട്. അതിലെ വൺ ഓഫ് ദ മെയിൻ റോൾ, കീ റോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ. ആദ്യത്തെ 2 ഗോളും സ്കോർ ചെയ്ത് ക്രിസ്ത്യാനോ അങ്ങനെ 2 ഗോൾ സ്കോർ ചെയ്ത് ആ ഒരു സൂയി സെലിബ്രേഷൻ ഇട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് റൊണാൾഡോ ആ ഒരു സൂയി സെലിബ്രേഷൻ ഇട്ട സമയത്ത്. റൊണാൾഡോ ഡിസേർവ്സ് എ ഗോൾ. കോൺസിക്യൂട്ടീവായിട്ട് 6 വേൾഡ് കപ്പ് അടിച്ച, അല്ലെങ്കിൽ 6 ഡിഫറൻറ്റ് വേൾഡ് കപ്പിൽ ഗോൾ സ്കോർ ചെയ്ത ഏക പ്ലെയർ, ഫസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. റൊണാൾഡോ ഈസ് ബാക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു ഗ്രൂപ്പിൽ അപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ 1-ാം സ്ഥാനത്ത് ഇവരുടെ പോർച്ചുഗൽ തന്നെയാണ്. സോ ബിക്കോസ് വേറെ ഒന്നുമല്ല, 5 ഗോളിൻ്റെ ലീഡുണ്ട്. സോ ആ 5 ഗോൾ ഡിഫറൻസ് അപ്പുറത്ത് കൊളംബിയക്ക് അത്രയല്ല. ഇനിയിപ്പോൾ ഇന്ന് കൊളംബിയയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കൊങ്കോ, ഡോക്ടർ കൊങ്കോ എന്ന് പറയുന്ന ആ ഒരു ടീമും തമ്മിൽ മാച്ച് ഉണ്ട്. സോ ആ ഒരു മാച്ച് ഏർക്കാണ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു മാച്ചിലെ ഇവർ ഡിസൈഡ് ചെയ്യും ഹൂ വിൽ ലീഡ് എന്നുള്ളത്. പിന്നെ ക്വാളിഫൈ ചെയ്തിട്ടില്ല ഇതുവരെ, പോർച്ചുഗൽ ഇതുവരെ ക്വാളിഫൈ ചെയ്തിട്ടില്ല. ഇനി അടുത്ത നെക്സ്റ്റ് മാച്ചും കൂടെ നോക്കേണ്ടി വരും. നെക്സ്റ്റ് മാച്ച് ആണെന്നുണ്ടെങ്കിൽ പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയയാണ് മാച്ച് വരുന്നത്. ദാറ്റ് വിൽ ബി എ ടൈറ്റ് മാച്ച്. ഇറ്റ്സ് വിൽ ബി എ, അത് തീരുമാനിക്കും റൗണ്ട് ഓഫ് 32-ലെ ഒപ്പോണൻ്റ് ആരായിരിക്കും എന്നുള്ളത്. ഓക്കെ, പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ, ഐ മീൻ സമനിലയായാൽ പോലും, ഐ തിങ്ക് സമനിലയായാൽ പോലും പോർച്ചുഗൽ ക്വാളിഫൈ ആവും, റൗണ്ട് ഓഫ് 32-ലോട്ട് ക്വാളിഫൈ ആവും. അതിലൊന്നും നമുക്ക് പേടിയില്ല. പക്ഷേ റൗണ്ട് ഓഫ് 32-ൽ ആരായിരിക്കും ഒപ്പോണൻറ്റ് എന്നുള്ള കാര്യം അത് നോക്കേണ്ടി വരും. അത് തീരുമാനിക്കുന്നത് ഇതായിരിക്കും. കമ്പാരിറ്റീവ്ലി ഞാൻ അത്രയധികം നോക്കിയിട്ടില്ല ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ, അവർ അനലൈസ് ചെയ്തിട്ടില്ല. തൊട്ടടുത്തുള്ള ഗ്രൂപ്പ് ഏതാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ആ ഒരു ടീമിൽ സെക്കൻഡ് ആണെന്നെങ്കിൽ ആ ഒരു ടീമിൽ ഫസ്റ്റുമായിട്ടായിരിക്കും ചിലപ്പോൾ മേ ബി മാച്ച് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ മാച്ച് ആയിരിക്കും തീരുമാനിക്കുക ഹൂ വിൽ ബി ദ ഒപ്പോണൻറ്റ് ഇൻ റൗണ്ട് ഓഫ് 32 എന്നുള്ള കാര്യം. ദാറ്റ് വിൽ ബി എ ക്രൂഷ്യൽ മാച്ച്. അതുകൊണ്ട് ടൈറ്റ് മാച്ച് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് മാച്ച് കുറച്ചും കൂടി ടഫ് മാച്ചാണ്. ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലെ ഏറ്റവും ടഫ് മാച്ചാണ് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ ഈ ഒരു മാച്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈസി മാച്ച്. എന്താ പറയുക, ഉസ്ബെക്കിസ്ഥാൻ അത്ര നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമൊന്നുമല്ല. അവർ കമ്പാരിറ്റീവ്ലി വളരെ ലോ പെർഫോമൻസ് ആണ്. ഇവൻ ജയൻറ്റ് ടീമായിട്ടുള്ള പോർച്ചുഗൽ ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് ഒരു ശോകം കളിയാണ് ഉസ്ബെക്കിസ്ഥാൻ പുറത്തെടുത്തിട്ടുള്ളത്. സോ അവർ ഒരു പിടിച്ചിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ടീമുമായിട്ട്. പോർച്ചുഗൽ ടീം സിംഗില്ല എന്ന് പറഞ്ഞാൽ, അതായത് ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സിംഗില്ല എന്നുള്ള ആ ഒരു 1-ാമത്തെ മാച്ചിൽ കൊങ്കോക്കെതിരെ നമ്മൾ കേട്ടായിരുന്നു. പക്ഷേ ഈ ഒരു മാച്ചിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പരിപാടിയാണ് നമ്മൾ ഈ ഒരു മാച്ചിൽ കണ്ടത്. ബ്രൂണോ ആയിക്കോട്ടെ, നമ്മുടെ ക്രിസ്ത്യാനോ ആയിക്കോട്ടെ, ജാവോ നാവസ് ആയിക്കോട്ടെ, വിറ്റീനിയ കുറച്ചും കൂടി ഒന്ന് പതുങ്ങി നിന്നൊന്നൊരു സംശയമുണ്ട് എനിക്ക്. ബാക്കിയൊക്കെ നൈസാണ്. പിന്നെ അത് ഈ ഒരു മാച്ചിൽ ആകെ ഒരു റേറ്റിംഗ് ഇല്ലാത്തതായിരിക്കും അറിയാം. കോസ്റ്റ, ഗോൾ കീപ്പർ കോസ്റ്റ, അതാണ് പുള്ളിയാണെന്നുണ്ടെങ്കിൽ ആകെ 2 സേവേ നടത്തിയിട്ടുള്ളൂ. പുള്ളിക്ക് വലിയ പണിയില്ല. പിന്നെ ജാവോ ഫെലിക്സിന് 6.9 കണ്ടിട്ട് ബാക്കി എല്ലാവരും 7ന്റെ മുകളിലാണ് റേറ്റിംഗ്. സോ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും നല്ല നൈസായിട്ടും കളിച്ചത്. പോർച്ചുഗൽ ഓൾറെഡി നമുക്കറിയാം ഇറ്റ്സ് എ ഗുഡ് ടീം, ഇറ്റ്സ് എ വെരി ഗുഡ് ടീം. 14-ലും 18-ലും കണ്ട പോർച്ചുഗൽ അല്ല ഈ ഒരു പോർച്ചുഗൽ എന്ന് പറഞ്ഞത്. ഇതൊരു ഡിഫറെൻറ്റ് പോർച്ചുഗലാണ്. വേൾഡിലെ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് അവിടെ ഉണ്ട്, വേൾഡിലെ ബെസ്റ്റ് പ്ലേ മേക്കർ അവിടെ ഉണ്ട്. ദ ഗോഡ് ക്രിസ്ത്യാനോ എന്നൊക്കെ പറയുന്ന ആളും അവിടെ സ്ട്രൈക്കർ ആയിട്ടുണ്ട്. സോ ദിസ് പോർച്ചുഗൽ ഈസ് ഡിഫറെൻറ്റ്. സോ ദിസ് ടീം ഈസ് ഡിഫറെൻറ്റ്. ഈ ടീം നമ്മൾ സിങ്ക് ആയി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടാത്ത ഒരു ജയൻറ്റ് ടീം തന്നെയാണ്. ദാറ്റ്സ് എ ഫാക്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കൊങ്കോനെ ആ ഒരു സിങ്ക് നമ്മൾ കണ്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു മാച്ചിലോട്ട് വരാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ക്രിസ്ത്യാനോ ജാവോ കൺസോലൻ്റെ അസിസ്റ്റിൽ നിന്നും ഒരു കിഡിലൻ ഗോൾ സ്കോർ ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒരു കാണാൻ പറ്റി, സൂ എന്നുള്ള ആ ഒരു സെലിബ്രേഷൻ നമുക്ക് കാണാൻ പറ്റി. സ്റ്റേഡിയം മൊത്തം അലട്ടിപ്പാടുന്നുണ്ടായിരുന്ന ആ ഒരു സൂ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പിനെസ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പിനെസ് ആണ്. ഇറ്റ്സ് വെരി ഗുഡ് മൊമെൻറ്റ്. ഒരു അടിപൊളിയായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ന്യൂനോ മെൻഡസ് ഫ്രീ കിക്കിൽ നിന്നും ഒരു ഗോൾ സ്കോർ ചെയ്തു. ആ ഫ്രീ കിക്കാണ് ഹൈലൈറ്റ്. കാരണം എല്ലാവരും ക്രിസ്ത്യാനോനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുക. പെട്ടെന്ന് ന്യൂനോ മെൻഡസ് ഒരു ഷോട്ട് അടിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ്റെ ഗോൾ കീപ്പറിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങോട്ടേക്കാണ് വരിക എന്നറിയില്ല. ക്രിസ്ത്യാനോനെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന പവർഫുൾ ഷോട്ടാണല്ലോ. അപ്പോൾ മിക്കവാറും റൈറ്റിലോട്ടായിരിക്കും അടിക്കുക. ആ ഒരു ഷോട്ടിൻ്റെ ഫ്രീ കിക്കിൻ്റെ പൊസിഷൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ക്രിസ്ത്യാനോ അടിക്കുകയാണെങ്കിൽ റൈറ്റിലോട്ട് അടിക്കുക, ലെഫ്റ്റിലോട്ട് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ റൈറ്റിലോട്ട് ചാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ന്യൂനോ മെൻഡസ് ഒന്ന് ഷോട്ട് അടിച്ചിട്ട് അങ്ങോട്ട് പോയി.
അങ്ങനെ 2-0 എന്നുള്ള സ്കോറിന് മുന്നേ പിന്നെ ബ്രൂണോൻ്റെ അസിസ്റ്റിൽ നിന്നും ക്രിസ്ത്യാനോ മൂന്നാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നു. ബ്രൂണോൻ്റെ അസിസ്റ്റിൽ നിന്നും ഓക്കെ, അപ്പോൾ ബ്രൂണോ ക്രിസ്ത്യാനോ ഒരു സിംഗിൾ അവർ തമ്മിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ രീതി വരുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ നേരെ ഓപ്പോസിറ്റുള്ള പരിപാടിയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ ബ്രൂണോസിൽ നിന്ന് ക്രിസ്ത്യാനോ ഗോൾ സ്കോർ ചെയ്യുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ക്രിസ്ത്യാനോ ജസ്റ്റ് മിസ്സിനാണ് ഹാട്രിക്ക് മിസ്സായത്. ഒരു ചിപ്പ് ടൈപ്പ് ഓഫ് ഷോട്ട് ഉണ്ടായിരുന്നു, ഉസ്ബെക്കിസ്ഥാൻ്റെ ഗോൾ കീപ്പർ സേവ് ചെയ്തു. പിന്നെ വേറെ ഷോട്ടുകൾ ഉണ്ടായിരുന്നു, ഗോൾ കീപ്പർ സേവ് ചെയ്തു. അപ്പോൾ ജസ്റ്റ് മിസ്സാണ് ഹാട്രിക്ക്. ഓക്കെ, മെസ്സി അവിടെ ഹാട്രിക്ക് അടിച്ചെങ്കിൽ ഞാനും ഇവിടെ ഹാട്രിക്ക് അടിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അങ്ങനെയൊന്നുമല്ല, ടീമിന് വേണ്ടി ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ക്രിസ്ത്യാനോ. പിന്നെ പുറത്തുനിന്ന് നല്ല പ്രഷറുണ്ട്. മെസ്സി അവിടെ 5 ഗോൾ സ്കോർ ചെയ്തു, ഈ ക്രിസ്ത്യാനോ ഒറ്റ ഗോളും സ്കോർ ചെയ്തില്ല. അപ്പോൾ വേൾഡ് മൊത്തം വെയിറ്റിംഗ് ആണ് ക്രിസ്ത്യാനോൻ്റെ ഗോളിനായിട്ട്. അത് കണ്ടും ചെയ്തു. നമ്മൾ ഹാട്രിക് അടിച്ചില്ലെങ്കിൽ ഈ 2 ഗോൾ തന്നെ ധാരാളം, നമ്മൾ ഹാപ്പിയായി, അത്രയേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടുള്ള 2 ഗോൾ വന്നത്. ജാവോ ഫെലിക്സിൻ്റെ ഒരു കിഡിലൻ ഷോട്ട്, പിന്നെ ഉസ്ബെക്കിസ്ഥാൻ ഒരു കിഡിലൻ ഷോട്ട്, ഒരു ഗോൾ അടിച്ചായിരുന്നടാ. പക്ഷേ അത് ഫൗളായി അൺഫോർച്ചുനേറ്റ്ലി. അത് നല്ലൊരു ഗോളായിരുന്നു, ഈ വേൾഡ് കപ്പിൽ ഇതുവരെ കണ്ടില്ല വൺ ഓഫ് ദ ബെസ്റ്റ് ഗോളായിരുന്നു അത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഫൗളായി പോയി. അങ്ങനെ നല്ല ഗോളുകളൊക്കെ ഡിസലവ് ചെയ്തു പോകാന്ന് പറഞ്ഞത് നല്ല സങ്കടമുള്ള ഒരു കാര്യമാണ് ആക്ച്വലി. ഓക്കെ, അത് ഡിസലവ് ചെയ്തു ഉസ്ബെക്കിസ്ഥാൻ്റെ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 പേര് ഗോൾ സ്കോർ ചെയ്ത് 5-0 എന്നുള്ള സ്കോറിൻ്റെ മാച്ച് അവസാനിച്ചു. സോ ദിസ് വാട്ട് ഹാപ്പൻസ്. പിന്നെ അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ മാച്ച് ഡ്രോ ആയിടെ. ഇംഗ്ലണ്ടിൻ്റെ മാച്ച് ഡ്രോ ഇന്നത്തെ മാച്ചിൽ. ഇനി ഞാൻ പറഞ്ഞല്ലോ കൊങ്കോയും പിന്നെ അതുപോലെ തന്നെ ഇവരും കൊളംബിയയും തമ്മിലുള്ള മാച്ച് നടക്കാനുണ്ട്. സോ ആ ഒരു മാച്ച് 7:00-ക്കാണ്. ഇനി ആ ഒരു മാച്ചിൻ്റെ റിസൾട്ട് അനുസരിച്ചിരിക്കും ടേബിളിൻ്റെ ടോപ്പ് നില. പിന്നെ അതുപോലെ നെക്സ്റ്റ് ഈ ഗ്രൂപ്പിൽ തന്നെ നെക്സ്റ്റ് റൗണ്ട്, അതായത് പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ, കൊങ്കോ വേഴ്സസ് ആ ഒരു ടീമും തമ്മിൽ മാച്ച് അത് തീരുമാനിക്കും മിക്കവാറും ഈ പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയാണ് തീരുമാനിക്കുക ഹൂ വിൽ ബി ദ ടേബിൾ ടോപ്പർ ആൻഡ് ഹൂ വിൽ ബി ദ സെക്കൻഡ് എന്നുള്ള കാര്യം. സോ അപ്പോൾ ഇനി നെക്സ്റ്റ് മാച്ചിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം ഹൂ വിൽ ബി ദ ഒപ്പോണന്റ് ഇൻ റൗണ്ട് ഓഫ് 32 എന്നുള്ള കാര്യം. ക്രിസ്ത്യാനോ ഗോൾ സ്കോർ ചെയ്തു, എംബാപ്പെ ഗോൾ സ്കോർ ചെയ്തു, ഹാളണ്ട് ഗോൾ സ്കോർ ചെയ്തു, മെസ്സി ഗോൾ സ്കോർ ചെയ്തു. ഇനി ഒരാൾ കൂടി ഗോൾ സ്കോർ ചെയ്യാണ്ട്, ദാറ്റ് ഈസ് നെയ്മർ ദാ സിൽവ സാന്റോസ് ജൂനിയർ. ആ പുള്ളിയും കൂടി ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേൾഡ് കപ്പ് ഒരു ഹാപ്പിയായി. ഓക്കെ, പുള്ളിയുടെ വരവാണ്. സ്കോട്ട്ലൻഡിനെതിരെ നെക്സ്റ്റ് മാച്ചുണ്ട്, നാളെയാണ് ആ ഒരു മാച്ചുള്ളത്. സോ നെയ്മർ ഗോൾ അടിക്കും തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഗോൾ അടിച്ച് ബ്രസീൽ റൗണ്ട് ഓഫ് 30 ക്വാളിഫൈ ആവും. ആ ഒരു നെയ്മറിൻ്റെ ഗോൾ, ദാറ്റ് വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് നെയ്മർ എൻട്രി, നെയ്മർ ഗോൾ, നെയ്മർ സ്കിൽ, നെയ്മർ സാമ്പ, നെയ്മർ ഡാൻസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആ ഒരു പരിപാടി നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. സോ സ്കോട്ട്ലൻഡിനെതിരെ നമുക്കത് നോക്കാം. പിന്നെ എൻ്റെ കണ്ടൻസും കാണും, വേൾഡ് കപ്പിൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.